ഇന്നത്തെ ഏറ്റവും പുതിയ ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. വലിയ പ്രതീക്ഷകളോടെ ജൂലൈ 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തി ഏറ്റവും പുതിയ തമിഴ് ചിത്രമാണല്ലോ ശങ്കർ സംവിധാനം ചെയ്ത കമലഹാസൻ നായകനെത്തിയ ഇന്ത്യൻ 2. ആ സിനിമയുടെ രണ്ടാമത്തെ ഞായറാഴ്ച ഇന്നത്തോടെ തിയേറ്ററുകളിൽ പിന്നിടുകയാണ്. ഞായറാഴ്ച ഇതൊരു സിനിമയ്ക്കും എന്നതുപോലെ ഇന്നും ഇന്ത്യൻ 2 എന്ന സിനിമയ്ക്ക് മികച്ചൊരു ദിവസമായിട്ട് മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് കളക്ഷൻ വർധന നേടിയെടുത്ത കമലഹാസൻ ചിത്രം ബിഗ് ബഡ്ജറ്റ് ചിത്രം ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമ ഇന്നത്തോടെ 150 കോടിക്കടുത്തേക്ക് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തുമെന്നാണ് എസ്റ്റിമേറ്റ് കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. 145-150 കോടി റേഞ്ചിലാണ് സിനിമയുടെ ആകെ 10 ദിവസത്തെ കളക്ഷനായിട്ട് പ്രതീക്ഷിക്കുന്നത്. 170 കോടി രൂപയ്ക്ക് മുകളിൽ തിയേറ്റർ റൈറ്റ്സ് ലോകമെമ്പാടും വിറ്റഴിക്കപ്പെട്ട ഇന്ത്യൻ 2 എന്ന സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായിട്ട് 350 കോടിയിലധികം കളക്ഷൻ നേടിയെടുത്താലേ തിയേറ്ററുകളിൽ വിജയിക്കുകയുള്ളൂ. ആ കളക്ഷനിലേക്ക് എത്തപ്പെടില്ലെന്ന് നേരത്തെ തന്നെ ഉറപ്പാക്കപ്പെട്ട സിനിമ ഇതിനോടകം തന്നെ കനത്ത പരാജയം നേടിയെടുത്തിരിക്കുകയാണ്. വേൾഡ് വൈഡ് വലിയ നഷ്ടമാണ് കേരളത്തിൽ ഉൾപ്പെടെയുള്ള വിതരണക്കാർക്ക് സിനിമ നേടിക്കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇന്ത്യൻ 3 എന്ന സിനിമ ഇറക്കി ശങ്കർ എല്ലാവർക്കും മറുപടി കൊടുക്കുമോ, ഇന്ത്യൻ 2 വലിയ നഷ്ടം നേടിക്കൊടുത്ത ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ലാഭം നേടിക്കൊടുക്കുമോ എന്നൊക്കെയാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. അടുത്ത വർഷമാണ് ഇന്ത്യൻ 3 തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇതിനിടയിൽ പതിവ് പോലെ കേരളത്തിൽ ഇന്ന് ഞായറാഴ്ച സിനിമ കളക്ഷൻ വർധന നേടിയെടുത്തിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 3 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 6 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ കേരള ഗ്രോസ് 5 കോടി 50 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. കാത്തിരിക്കൂ കൂടുതൽ വാർത്തകൾ കേട്ട്.